ഗൈസ് അങ്ങനെ കോൺജുറിങ് 4 ദ ലാസ്റ്റ് റൈറ്റ്സിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. എനിക്ക് ആകെ ഇതിലുള്ള വിഷമം എന്തെന്ന് പറഞ്ഞാൽ ജെയിംസ് വാൻ അല്ല ഇത് ഡയറക്റ്റ് ചെയ്യുന്നതും റൈറ്റ് ചെയ്തിട്ടുള്ളതും. ജെയിംസ് വാൻ ആണ് ഈ ഷോയുടെ അല്ലെങ്കിൽ ഈ ഫിലിം ഫ്രാഞ്ചൈസിന്റെ ക്രിയേറ്റർ. അനബെല്ല ആ ഒരു ഡോളൊക്കെ ഉണ്ടാക്കി എല്ലാം ജെയിംസ് വാൻ ആണ്, പുള്ളിയുടെ ആ ഒരു മൈൻഡിലാണ് എല്ലാം വന്നത്. അപ്പോൾ പുള്ളി ഇതിനകത്തൊരു പ്രൊഡ്യൂസർ റോളിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു വിഷമമുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം. Don't touch anything. Everything you see in here is either haunted, cursed, or been used in some sort of ritualistic practice. Nothing's a toy. Not even the toys. How many cases you guys have? Cases. My name is Ed Warren, here with my wife Lorraine. Maybe 1,000. Every case is different. Every family's different. Once we start, there's no going back. Anything can happen. And most likely anything will. On September 5 നാണ് സിനിമ ഇറങ്ങുന്നത്. Yeah. Something's changed. Something's different. Holy Spirit. We cast you out! By the power of our Lord Jesus Christ! ലാസ്റ്റ് കേസാണ്. We've been waiting so patiently for you. only in theater September 5 experience it IMAX. അപ്പോൾ കണ്ടിട്ട് എനിക്ക് അത്ര വലിയ എടുത്തുമറിയായിട്ടൊന്നും തോന്നിയില്ല. ഒരു ട്രെയിലർ കണ്ടിട്ട് പലരും വിട്ടും പറയുന്നില്ല. നേരത്തെ പോലെ ഒരുപാട് ജംസ്കേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും കാണും, 1-2 കാണും. അത് മൊത്തം ഈ ട്രെയിലറിൽ തന്നെ കാണും. എന്തായാലും ഇനി കുറച്ചുകൂടെ ഒരു പ്രാക്ടിക്കൽ എഫക്ട്സിൽ അല്ലെങ്കിൽ നമ്മളെ സൈക്കോളജിക്കലി ഹോണ്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മളെ കോൺജുറിങ് 3 എടുത്ത സെയിം ഡയറക്ടറാണ്. പുള്ളിയുടെ പേര് മൈക്കിൾ ഷാവസ്. പുള്ളിയാണ് ഇതും എടുക്കുന്നത്. ഇപ്പോൾ കോൺജുറിങ് 2ഉം 1ഉം വെച്ച് നോക്കുകയാണെങ്കിൽ കോൺജുറിങ് 3 അത്ര പെർഫോം ചെയ്തിട്ടില്ല. ഇതിലും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്തായാലും കൊള്ളാം, ഫാമിലിയൊക്കെ പോയി എൻജോയ് ചെയ്യും കേട്ടോ. എന്നാലും കോൺജുറിങ് ഫ്രാഞ്ചൈസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് അരോചകമായി ഒരു അത്രയും ഹോണ്ട് ചെയ്യുന്ന സാധനങ്ങൾ കോൺജുറിങ്ങിനില്ല. ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യണത്. എന്തായാലും ആ ഒരു ടീം ബാക്കി എല്ലാവരും പഴയതുപോലെ ഉണ്ട് കേട്ടോ. ജെയിംസ് വാൻ മാത്രമില്ല, ജെയിംസ് വാനും കൂടെ വേണം. ജെയിംസ് വാൻ ഡയറക്റ്റ് ചെയ്യണമായിരുന്നു, എന്നാലും അതിനൊരു പവറുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഈ ഫിലിമിന്റെ ഹൈപ്പ് സത്യം പറഞ്ഞാൽ ഇല്ലാത്തത്. എനിക്ക് അത്ര വിശ്വാസമില്ല. പിന്നെ ട്രെയിലർ കണ്ട് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് റൈറ്റ്സ് എന്നും പറഞ്ഞ് ലാസ്റ്റ് ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവസാനത്തെ കോൺജുറിങ് ഫിലിം ആയിരിക്കും എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ആവണമെന്നില്ല, പിന്നീട് ഇറക്കും എന്തായാലും. പിന്നെ പഴയ കോൺജുറിങ് പാർട്സിലൊക്കെ കാണിച്ചിട്ടുള്ള എല്ലാ ഡെവിൾസിനെയും അല്ലെങ്കിൽ സ്പിരിറ്റ്സിനെയൊക്കെ ഇതിനകത്തും കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും സെയിം പഴയ ഒരു 3 കോൺജുറിങ് 3 ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇതും മിക്കവാറും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സെയിം അതേ ടെംപ്ലേറ്റിലായിരിക്കും ഇതും പോണത്. അപ്പോൾ കോൺജുറിങ് ദ ലാസ്റ്റ് റൈറ്റ്സ് എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ അടുത്ത ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതുവരെ കാണുന്നതായിരിക്കും. താങ്ക് യു.